ഹലോ ഗൈസ്. സോ ഇന്ന് ഞങ്ങള് വന്നിരിക്കുന്ന ഒരു സ്ലാങ് ചലഞ്ച് വീഡിയോ ആയിട്ടാണ്. അപ്പൊ എല്ലാവർക്കും അറിയാം ഞങ്ങൾ ഹോസ്റ്റലിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പല സ്ഥലത്തെ ആൾക്കാരാണ്. ഞാൻ കോഴിക്കോട്, പത്തനംതിട്ട, ഇത് രണ്ടും കോട്ടയംകാര് തന്നെ. ഒരാള് പുതുപ്പള്ളിയും ഒരാള് ചങ്ങനാശ്ശേരി ഭാഗത്തുമായിട്ടാണ് വരുന്നത്. അപ്പൊ നാലുപേർക്കും സ്ലാങ്ങിൽ കുറെ വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് എനിക്കാണ് ഇവരെങ്കാട്ട് കുറച്ച് സ്ലാങ്ങിന് വ്യത്യാസം നല്ലോണം. ഞങ്ങളെല്ലാം അത്യാവശ്യം ഒരേപോലെ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇനിയും കുറച്ച് നല്ല വ്യത്യാസമുള്ളത്. അപ്പൊ നമുക്ക് ഓരോ വേർഡ്സ് ആയിട്ട് നോക്കി നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളെ സ്ഥലത്ത് എവിടാ വെച്ചാൽ നിങ്ങളിപ്പോ ഏതെങ്കിലും സ്ഥലം കേൾക്കില്ല. അപ്പൊ നിങ്ങളെ സ്ഥലം ഏതാ വെച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ കമന്റിൽ ഇടണം കേട്ടോ. ഞങ്ങൾക്ക് ഞങ്ങളെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും സാധനം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇടണം കേട്ടോ. അപ്പൊ ഫസ്റ്റ് സാധനമാണ്, ഞാൻ പറയട്ടെ. വേർഡാണ് ഫസ്റ്റ് വേർഡ്. തോറിടുക. അറിയോ തോറിട പറഞ്ഞ എന്താ അറിയോ? തോറിട പറഞ്ഞാല് നമ്മള് തുണിയൊക്കെ കഴുകി കഴിഞ്ഞിട്ട് നമ്മള് വിരിച്ചിട. നിങ്ങള് മൂന്നേര് വിരിച്ചിടാം. മൂന്നേർക്ക് വിരിച്ചിട്ട് എനിക്ക് മാത്രമേ എന്തേലും കമന്റ്സ് ഒക്കെ വാക്കുകളൊക്കെ മാറിപ്പോയാലേ. അടുത്ത് കർമൂസ. കർമൂസ, പപ്പായ, ഇവിടെ പറ. ഓമയ്ക്ക, കപ്പളങ്ങ. അടുത്ത് നമ്മള് ചായ ഒക്കെ കുടിക്കാൻ വേണ്ടി നമ്മള് കൊലായി പോയിരിക്കൂലേ വീടിന്റെ സിറ്റ് ഔട്ട്. അതിന് മലയാളം വാക്കൊന്നുമില്ല, ഇംഗ്ലീഷ് വാക്കല്ലേ? മുൻവശത്ത് അല്ലെ? തിണ്ണയില് കൊലായി പോയിരിക്കുക. കൊലായി പോയിരിക്കുക പറയും. ഈ കോഴിക്കോട്ടെ എല്ലാരും ഇങ്ങനെയൊക്കെ പറയണ്ടോ എനിക്ക് അമ്മയാണ് ശ്രദ്ധിക്കാറില്ല. അങ്ങനെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കോഴിക്കോട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പറയണേ. എനിക്ക് പിന്നെ അടുത്ത വേർഡ്, നമ്മള് സാധനം വാങ്ങാന് പീടിയെ പോവില്ലേ? നിങ്ങള് പീടിയെ പോലെ പീടിയെ പോവാന്ന് പറയും. പീടിയെ പോവാ നമ്മള് ഷോപ്പ് പോവാന്നാ സാധാരണയായിട്ട് പറയാം. പക്ഷെ ഇങ്ങനെ പക്കപ്പം സ്ലാങ് വൈസ് നോക്കുമ്പോ ഞങ്ങൾ അടുക്കി പീടിയെ പോവാന്നൊക്കെ പറയും. പിന്നെ അടുത്ത തുണിയൊക്കെ തിരുമ്പുക. തുണി നനയ്ക്കുക. പിന്നെ മുടി മാടുക. നമ്മള് മുടി ചീകുക. മൂന്നേരം ചീക എന്നാണോ? ഞാൻ മാത്രമേ ഉള്ളൂ വ്യത്യാസം. പിന്നെ പറയും, ഞങ്ങളുടെ അവിടെ പറയും ഈരുക. മുടി ഈരുക. പത്തനംതിട്ടക്കാരട്ടോ മുടി ഈരുക. പിന്നെ കയ്യില് നമ്മള് ചോറൊക്കെ വിളമ്പാൻ വേണ്ടി നമ്മള് അമ്മ അടുക്കി വരില്ല, ആ കയ്യിലെടുത്തുണ്ടോ ഒരു കയ്യില് തന്നെയല്ലേ? ഞാൻ കയ്യിലെടുത്തുണ്ടോ ഒരു ഞങ്ങള് കറി വിളമ്പാനൊക്കെ ആ കയ്യിലെടുക്ക് അതെടുക്കുന്ന അമ്മ അങ്ങനെ കേട്ടോ പറയല്. പിന്നെ എന്തേലൊക്കെ പ്രശ്നത്തിൽ ചാടി നമ്മള് പറയും ഉമ്മോനെ കഴിച്ചിലായിട്ടോ. നിങ്ങളെന്താ പറയാ? കഴിച്ചിലായിന്ന് വെച്ചാ അങ്ങനെ രക്ഷപ്പെട്ട് പറയല്ലോ. ഞങ്ങള് കഴിച്ചിലായി മോനെ അവിടുന്ന് അങ്ങനെ പറയും. രക്ഷപ്പെട്ടു മോനെ. അടുത്ത് സാധനം തോനുണ്ടല്ലോ പറയല്ലേ? തിന്നാൻ ഈ സാധനം ഞങ്ങള് തോനുണ്ടല്ലോ ഈ സാധനം അങ്ങനെ പറയും. അടുത്ത് എനിക്കത് കഴിക്കാൻ പൂതിയാവുണ്ട് പറയില്ലേ? അങ്ങനെ നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ പൂതിയാവൂലേ? അതാ പൂതി ട്ടോ. പൂതി അതങ്ങനെ ഇങ്ങനെ ആ സാധനം വരില്ലേ? ആ സാധനം. പിന്നെ വറുത്തക്കായും ശർക്കരപ്പേരിയും, കായപ്പേരി, വറുത്തക്കായ, ശർക്കരപ്പേരി, ഞാൻ അതൊക്കെ പറയും. ഉപ്പേരി ഇല്ല ഞങ്ങക്ക് വറുത്തപ്പേരിയും ശർക്കരപ്പേരി. ഉപ്പേരി എന്ന് പറഞ്ഞ തോരനായിരിക്കും. ഇവരുടെ ഉപ്പേരി നമ്മുടെ തോരൻ. ഇവർക്ക് തോരനാണല്ലേ? ചോറിന്റെ കൂടെ കഴിക്കുന്നത് തോരൻ. ഞങ്ങൾക്ക് ഉപ്പേരി മീൻസ് ചിപ്സ്. പിന്നെ ഞങ്ങക്ക് ശർക്കര വരട്ടി എന്ന് പറയും. ഞങ്ങക്ക് ശർക്കരപ്പേരിയും വറുത്തപ്പേരിയും. അത് ഇടയ്ക്ക് വറുത്തക്കായെന്ന് ഞാൻ പറയണത് കേട്ടിട്ടുണ്ട്. പിന്നെ ആ മൂപ്പരെ അങ്ങോട്ട് വിളിക്കി പറയില്ലേ? ആ മൂപ്പരെ ഇങ്ങനെ മൂപ്പരെ വിളിക്കി, മൂപ്പത്തീനെ മൂപ്പരെ, ആ സാധനം ഉണ്ട് കേട്ടോ ഞങ്ങക്ക്. പിന്നെ നിങ്ങൾക്ക് അച്ചാറുണ്ടാക്കല്ലേ പറയില്ലേ? എടാ നിങ്ങക്ക് മൂന്നാക്കുന്ന അവർക്ക് മൂന്നാക്കും പകരം ഒരാളെ ഇവർക്ക് മൂന്നാക്കും ഒരേപോലെ. എനിക്ക് മാത്രം.
പിന്നെ മോയന്ത് അങ്ങനെ പറയില്ലേ, എന്തേലും പറഞ്ഞാല് പൊട്ടത്തരൊക്കെ പറയാൻ നമ്മള് പറയില്ലേ, മോയന്ത് തരം പറയാം, മോയന്ത്. ആ, മൊണ്ണ. പിന്നെ ഐഡിയ ചോദിക്കില്ല ഇപ്പൊ ഓനെവിടെ സെന്റൻസ് അവൻ എവിടെയാണ് അവൻ എവിടാണ്? അവൻ എവിടെയാണ് അവൻ എവിടെയാന്ന് ചോദിക്കില്ല, അവൻ എവിടാ. അവൻ എവിടെ അങ്ങനെ ഐഡിയ എവിടെ പോയി. അവനോട് അവനെവിടെ പോയി ഞങ്ങളൊക്കെ ഇച്ചിരി ഓനില്ല, ഭാഷയായിട്ട്. ഞങ്ങൾ കോട്ടയംകാര്, അതെ. അച്ചടി ഭാഷക്കാര്. ഏറ്റവും ഭംഗിയുള്ള ഭാഷ ഏതാ? അയ്യാ. പിന്നെ കൊടുവാള്. വാഗത്തി. ആ ഞങ്ങളവിടെ പറയുന്നത് പിച്ചാത്തിന്ന. അത് നമ്മുടെ ചെറുത് ചെറുതേ മറ്റേ അത് കത്തി. മറ്റേ അതിന് പറയുന്നത് വെട്ടിരുമ്പ്. ഇങ്ങനെ നമ്മുടെ തേങ്ങയൊക്കെ മുറിക്കുന്ന സംഭവം ഇല്ലേ, അതിന് വെട്ടിരുമ്പ് എന്നാ പറയുന്നത്. വാഗത്തി. ഞാൻ വാഗത്തി ഞങ്ങളുടെ വെട്ടിരുമ്പ് എന്നാ പറയുന്നത്. പിന്നെ കുംഭ നിറഞ്ഞ എന്റെ കുംഭ ചാടിക്കുന്ന വയറ്. പറഞ്ഞപ്പോഴേ മതിയായി വെട്ടരുത്. പിന്നെ പറങ്കിമാങ്ങൊക്കെ അല്ലേ, ആ കാഷ്യൂ നട്ട്. ഓ, കശുമാവ്. കശുമാവ്. ആ. പറങ്കിമാങ്ങ. പച്ചത്തുള്ളൻ. പച്ചവെട്ടില് പച്ചക്കുതിര. പച്ചത്തുള്ളൻ പച്ചക്കുതിര. പച്ച സാധനം മനസ്സിലായില്ലേ? പച്ചവെട്ടിലെന്ന് ഇവിടെ പറയാൻ പച്ചക്കുതിര. പിന്നെ ബബ്ലൂസ് നാരങ്ങ. ആ, കമ്പിളി കമ്പിളി നാരങ്ങ. പഴംപൊരി. ഏത്തക്കാപ്പം. ഏത്തയ്ക്കാപ്പം. ഞങ്ങള് പഴംപൊരി അല്ല പഴംപൊരിയാണ്. പറയത്തില്ലേ. ബോളിന്നൊക്കെ കുറെ പേര് ഇവിടെ പറയുന്നത് പാലയില് കേൾക്കാം. സൈഡിലൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. ഇവിടെ വന്നപ്പോ ആദ്യം കേട്ടാ ബോളി വന്നത്. ഞാൻ വിചാരിച്ചു വേറെന്തോ. ഏത്തക്കാപ്പം. പിന്നെ കായപ്പം. ഞങ്ങളെ ബോണ്ട. ഓ, ബോണ്ട. ഞങ്ങളുടെ ഹോസ്റ്റലില് ഇവര് ഇങ്ങോട്ട് ഒരു ദിവസം പറഞ്ഞു ബോണ്ടയാണ്. ഞങ്ങക്ക് ബോണ്ടാന്ന് പറഞ്ഞ ഇവർക്ക് ഇങ്ങനെ ഞങ്ങക്കൊരു ഒരു ഇതില് മസാല ഒക്കെ ഇട്ട സാധനം ഞങ്ങക്ക് ബോണ്ട പറഞ്ഞാല് ഞാൻ ചതാണ് വെച്ചിട്ട് ഞാൻ പോയി നോക്കിയപ്പോ നമ്മളെ കായപ്പേന് ഇവിടെ ബോണ്ടാന്ന് പറഞ്ഞു കൊടുക്കണേ. ഞങ്ങക്ക് പോണ്ട. ഞങ്ങക്ക് ഞങ്ങക്ക് കായപ്പയില്ല. ഞങ്ങക്ക് എനിക്ക് അങ്ങനത്തെ കൊറേ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ആർഭാടാക്കല്ലോ ഓവറില്ലേ, ഓവറാക്കല്ലേ. ഈ ഓവറാക്കല് ആർഭാടാക്കല്ലേ, ആർഭാടൊക്കെ ആർഭാടാക്കോള് എന്ന് പറയില്ലേ, അതൊക്കെ പര്യാപ്തമായിട്ട് ഇല്ല ഓർഭാടാക്ക് സാധനം. ഞാനീ കുറ്റൊക്കെ പറയുമ്പോ തന്നെ ഇനി മലയാളം എന്താ? മലയാളമായിട്ട് എന്താ പൊങ്ങച്ചം പറയാ? പറയില്ലേ ആ, അതെ, അവിടെ അങ്ങനെ പറയാം. പിന്നെ എന്തേനു കഴിക്കൂല നമ്മള്. എന്തേനു എന്തുവാ? എന്തായിരുന്നു എന്താ എന്തോന്നാന്ന് ചോദിക്കുക. എന്തേനു ആ സാധനം അതെനിക്കൊന്ന് കോഴിക്കോട്ടായിരിക്കും ഉള്ളൂ, എനിക്കറിയില്ല ഞാൻ ആക്കിയിലുണ്ടോ. പിന്നെ അയമ. പുള്ളിക്കാരി. ഞങ്ങൾ അയമക്ക് പ്രാന്ത്. അയമക്ക് എന്നുള്ള പോലെ പറയും. പിന്നെ ഒപ്പരം പോവാ, നമുക്ക് എല്ലാവരും ഒപ്പരം പോവല്ലേ, ഒപ്പരം ഒരുമിച്ച് നമുക്ക് ഒപ്പരം പോവല്ലേ. എന്താ ഒരു സ്ഥലാണ്? ഞാൻ അവിടെ ഓരോ വേർഡ്സ് പറയും, ഇവരൊക്കെ ഇങ്ങനെ ഞെട്ടിക്കും. അപ്പൊ ഞാൻ തോന്നുന്നു ഈശ്വര ഞാൻ വല്ല കാട്ടുന്നാണോ വരുന്നത്. എനിക്ക് കഴിയൂല കേട്ടോ തോന്നുന്നു. എനിക്ക് എടങ്ങാറ് പിടിച്ച പണിയായി പോയിട്ടോ അത്. ഭയങ്കര പാട് പിടിച്ച പണി. ഭയങ്കര ഇടങ്ങാറ് പിടിച്ച പണി പേസാനം തന്നെ. പിന്നെ ഇജ്ജ് വെറുതെ ചോറുണ്ടാക്കല്ലേ. ചോറോ? ചോറ എന്നുവെച്ചാ പ്രശ്നം ഉണ്ടാക്കല്ലേ, വഴക്കുണ്ടാക്കല്ലേ. പിന്നെ ജി എന്ന് പറയട്ടോ ഞങ്ങള് അങ്ങനത്തെ സാധനമൊക്കെ പറയും. പിന്നെ ചോപ്പ് കളറ്, ചോപ്പ് കളറായിന്ന് ഇവരെല്ലാ അക്ഷരം പറഞ്ഞിട്ട് ഒരു വേർഡ് യൂസ് ചെയ്യും. പിന്നെ 50 റുപ്യ 50 രൂപ. എന്നിട്ടാ പറഞ്ഞ ഒരു സാധനം നമ്മളടുത്ത് പോയി പറയില്ലേ, പോയി അത് അയ്യോ അത് എവിടെയോ പോയി കളഞ്ഞു പോയി. പിന്നെ വിടലടിക്കല്ലേ, വിടല് ഓരോ ഇങ്ങനെ ചുമ്മാ അങ്ങനെ വിടൂ. നമ്മളിങ്ങനെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയില്ല, ഇങ്ങനെ ഭയങ്കര പൊങ്ങച്ചം പോലെ പറയില്ല, വിടല് പിന്നെ അത് വെടക്കായി പോയിട്ടോ, ആ സാധനം വെടക്കായി പോയി എന്ന് വെച്ചാ അത് പോയി പോയി. നമ്മുടെ അവിടെ കിടക്കുന്ന പിന്നെ ഐറ്റാല് സാധനം നിങ്ങള് കഴിച്ചിക്കണോ ഒക്കെ ചോദിക്കില്ല. ഐറ്റാല്
എന്നുവെച്ചാ അങ്ങനത്തെ അങ്ങനത്തെ സാധനം. അതുപോലുള്ള അതുപോലത്തെ സാധനം. സാധനം. അങ്ങനെയാണോ? അതുപോലത്തെ പിന്നെ സാധനം. നമ്മളൊക്കെ ആരാ? നമ്മളൊക്കെ കമ്പനിക്കാരാ. നമ്മളൊക്കെ കൂട്ടുകാരാ. കൂട്ടുകാരല്ലേ? നമ്മളൊക്കെ കമ്പനിക്കാരല്ലേ? കൂട്ടുകാരല്ലേ? ചോറുണ്ടാക്കല്ലോ നമ്മളൊക്കെ കമ്പനിക്കാരല്ലേ? അപ്പൊ അത്രയൊക്കെ ഉള്ളു സ്ലാങ് ചലഞ്ച്. കൊറേ വേർഡ്സ് ഒക്കെ ആയി. കുറേ തോന്നുന്നു. words ഇനി ഉണ്ട്. ഇനി കുറേ കുറേ ഉണ്ട്. words ഉണ്ട്. എന്തൊക്കെ ഞങ്ങക്ക് വലിയ ഇതൊന്നും ആയിട്ടില്ല. കുറച്ചല്ലേ. കുറച്ചുള്ളൂ. ഞങ്ങളിങ്ങനെ മെയിൻ ആയിട്ട് ഞങ്ങള് പറഞ്ഞിട്ട് തന്നെ നോട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ഞങ്ങള് നോട്ട് ചെയ്ത. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും Like, share and subscribe. ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കോ. ഇനി അതിന്റെ ഒരു ഞങ്ങൾ അത് മാത്രം പറയുന്നില്ല എന്ന് ഞങ്ങൾ ഒരു ഫ്രണ്ട് പറഞ്ഞു. ബെൽ ബട്ടൺ അടിച്ചു പൊട്ടി. അപ്പൊ ബൈ ബൈ. Bye guys.